ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ പൈതലായി ഞാനും നിങ്ങൾ മാറിയാൽ, ഉടമ്പടി പൈതലായി ഞാനും നിങ്ങൾ മാറിയാൽ, ദൈവജനമായി ഞാനും നിങ്ങൾ മാറിയാൽ, ബൈബിൾ പഠിപ്പിക്കുന്ന അത്യുന്നതമായ ഒരു ശ്രേഷ്ഠത, ഈ ജനത്തിനുള്ളൊരു ശ്രേഷ്ഠ ഭാഗ്യമെന്ന് പറയുന്നത്, ഈ ജനം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവരുടെ സമീപത്ത് എത്തിച്ചേരും. ഇത് മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് ജെസി ബൈജു എഴുതുകയാണ്. എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി പ്രോഗ്രാം ഓൺലൈനിലൂടെ ഞങ്ങൾ കാണാറുണ്ട്. അഭിഷേകാഗ്നിയിലൂടെ ദൈവം ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ കീഴ്മേൽ മറിച്ചു. ഇവിടെ ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നിരിക്കുന്നത്. പഠനത്തോടൊപ്പം ചെറിയ ജോലിയും ചെയ്യും. കഴിഞ്ഞ മാസം എനിക്ക് പല്ലുവേദന വന്നു. ഇവിടെ ഒരു ക്ലിനിക്കിൽ പോയി. ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പല്ലിൻ്റെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് പല്ല് അടപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു പേപ്പറിൽ ഡോക്ടർ എന്തൊക്കെ ചെയ്തെന്ന് എഴുതുകയും രൂപ എത്രയായി എന്ന് എഴുതുകയും ചെയ്തു. എന്നിട്ട് ആ പേപ്പർ എനിക്ക് തന്നിട്ട് താഴെ റിസപ്ഷനിൽ പോയി ബില്ല് പേ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബില്ല് പേ ചെയ്തു. അവരെന്നോട് 45 പൗണ്ട് വാങ്ങി. അതിനുശേഷം ഡോക്ടർ തന്ന പേപ്പർ എൻ്റെ കയ്യിൽ തന്നെ വെച്ചുകൊള്ളാൻ പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. ഞാൻ വീട്ടിലേക്ക് പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ലെറ്റർ വന്നു. ഞാൻ രൂപ അടച്ചിട്ടില്ലെന്നും എത്രയും പെട്ടെന്ന് വന്ന് രൂപ അടയ്ക്കണമെന്നും അല്ലെങ്കിൽ മേൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചു. ഞാൻ വല്ലാതെ വിഷമിച്ചു. രൂപ അടച്ചതിൻ്റെ റെസീറ്റ് ഞാൻ ചോദിച്ച് വാങ്ങാൻ മറന്നുപോയി. ഉടനെ തന്നെ ഞാൻ രൂപ കൊടുത്ത് സ്ത്രീയോട് പറഞ്ഞു, നീ പൈസ എൻ്റെ നിന്ന് വാങ്ങിച്ചു. ആ സ്ത്രീ പറഞ്ഞു, നീ പൈസ തന്നിട്ടില്ല. അങ്ങനെ കൺഫ്യൂഷനായി. തെളിവ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഡോക്ടർ തന്ന പേപ്പർ കാണിച്ചു. അത് പറ്റില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ എന്നെ പറഞ്ഞയച്ചു. ഞാൻ ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ കരഞ്ഞ് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് തിങ്കളാഴ്ച ഞാൻ ചെന്നപ്പോൾ അവരോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ അകത്തെ മുറിയിലേക്ക് പോയി. എന്നിട്ട് വേഗം തിരിച്ചു വന്ന് റെസീറ്റ് തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി എന്ന് പറഞ്ഞ് റെസീറ്റ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവം എനിക്ക് വേണ്ടി പ്രകടമായി ഇടപെട്ടതിന് ഞാൻ എൻ്റെ ദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഈ കുട്ടിക്ക് വേണ്ടി അവിടെ ഇടപെടാൻ ആരുമില്ല. ഈ കുട്ടി അഭിഷേകാഗ്നി പ്രോഗ്രാം സമയത്ത് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഞായറാഴ്ച, തിങ്കളാഴ്ച ചെന്നു. പിന്നൊന്നും സംസാരിക്കേണ്ടി വന്നില്ല. ഇതാ ഇരിക്കൂ, 5 മിനിറ്റ് ഇരിക്കൂ, ബഹുമാനത്തോടെ പറയുകയാണ്. എന്നിട്ട് ഉള്ളിലേക്ക് പോയി റെസീറ്റ് എഴുതി അവർക്ക് റെസീറ്റ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറിയും കൂടെ പറഞ്ഞ് കുട്ടിയെ ബഹുമാനപൂർവ്വം യാത്രയാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശം പിളർന്നിറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ബൈബിളിലുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ലിഖിതത്തിൽ ഈ ദൈവത്തെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ 58-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ നീതി നിന്റെ മുമ്പിലും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മർദ്ദനവും കുറ്റാരോപണവും പരദൂഷണവും മദ്യപാനവും വഴക്കും ചീട്ടുകളെയും വൈരാഗ്യ പ്രകൃതികളും ലോകമോഹങ്ങളും ജഡപാപങ്ങളും അങ്ങനെയുള്ള ജഡപ്രകാരമുള്ള രീതികൾ ഉപേക്ഷിച്ച് അനുതപിച്ച് കുമ്പസാരിച്ച് ഞാനും നിങ്ങളും ഒരു ദൈവ പൈതലായാൽ ഈ ശ്രേഷ്ഠ ജനതയുടെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങൾ ഉയരുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഇതാ സ്വർഗത്തിലെ ആത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മദ്യപാനം ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്താൽ, നിങ്ങൾ ഭാര്യയെ മർദ്ദിക്കുന്നത് നിർത്തിവെക്കാൻ തീരുമാനം എടുത്താൽ, പാപ വഴികളിലൂടെ നടക്കുന്നവർ, മദ്യപിക്കുന്നവർ, ചീട്ടുകളിക്ക് പോകുന്നവർ, ചൂതാട്ടത്തിന് പോകുന്നവർ, ലോട്ടറി എടുക്കുന്നവർ, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ആ പാപ വഴി ഉപേക്ഷിക്കുന്നു, ഇനി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കും, എൻ്റെ കർത്താവിനെ ഉടമ്പടി ചെയ്ത് ജീവിക്കും, രാവും പകൽ 24 മണിക്കൂറും എൻ്റെ ദൈവത്തോട് എനിക്ക് ഉടമ്പടി വേണം, ഇങ്ങനെ ആഗ്രഹിച്ച് നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും ഇപ്പോൾ നിന്റെ ഹൃദയം കൊണ്ട് പാപമാർഗങ്ങളെ ഉപേക്ഷിച്ച് അത് എന്നേക്കുമായി ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനോട് ഹൃദയം കൊണ്ട് ഒരു ഉടമ്പടി ചെയ്ത് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ നിന്റെ ഹൃദയത്തെ നീ യേശുവിന് വേണ്ടി തുറക്കുമോ? ദൈവത്തിൻ്റെ വചനപ്രകാരം നീ ഈ ദൈവികമായൊരു അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കൊർന്നേലിയൂസ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്നത് നീ ഓർക്കണം. അവൻ മാമോദിസ മുങ്ങിയില്ലെങ്കിലും അവൻ്റെ മേൽ ആത്മാവ് വന്നു, അവൻ്റെ മേൽ ദൈവശക്തി ഉണ്ടായി, ദൂതന്മാർ അവൻ്റെ ഭവനത്തിൽ വന്നു, അവന് വേണ്ടി സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
പ്രൈസ് ദി ലോർഡ്. നീതിയുള്ളൊരു ഹൃദയം, സത്യസന്ധത, വിശുദ്ധി, പ്രാർത്ഥന, ദൈവഭയം, ഹൃദയത്തുറവി, ജീവിക്കുന്ന ദൈവത്തോട് അടുപ്പം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് ജാതിയിൽപ്പെട്ടവനായാലും നിനക്കും ഈ വാഗ്ദത്തങ്ങൾ സ്വന്തമാക്കാൻ പറ്റും. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്, രണ്ട് കരങ്ങൾ ഉയർത്തുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ലോകത്തിൻ്റെ പാപത്തിൻ്റെ നൈനിമിഷ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ഒരു ദൈവ പൈതലായി പൗരുഷത്തോടെ ജീവിക്കുന്നതിൻ്റെ അഭിമാനം എനിക്ക് നൽകണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി നുണ പറയുന്നവർ, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വെറുപ്പ് വെച്ച് പുറത്തുകൊണ്ടിരിക്കുന്നവർ, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പരദൂഷണം പറയുന്നവർ, ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ദൈവവും പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഉപേക്ഷിക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സാത്താൻ തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി ദൈവമക്കളെ വ്യതിചലിപ്പിച്ച് പാപത്തിലും തിന്മയിലും ദുർചിന്തകളിലും തെറ്റായ ബോധ്യങ്ങളിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും സാത്താന്റെ ചങ്ങലക്കെട്ടുകൾ യേശുനാമത്തിൽ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലെ 7-ാം തിരുലിഖിതം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? തിരൂപനേശുവേ, കാത്തിരിപ്പൂ നിന്നെ ഞാൻ, നീ വരേണേ മാനസേ, ജീവിതം ധന്യമാക്കുവാൻ. അറിയില്ലൻ ദൈവമേ അപരാധങ്ങളെത്രയോ ചെയ്തു പോയി, ഘോരമാം പാപങ്ങൾ ക്ഷമിക്കണേ. തിരൂപനേശുവേ, കാത്തിരിപ്പൂ നിന്നെ ഞാൻ, നീ വരേണേ മാനസേ, ജീവിതം ധന്യമാക്കുവാൻ. ആത്മാവിൽ നിറയുക നീ, അതിരില്ലാ സ്നേഹമോടെ, അലിവോടെ അണയുക നീ, ഈശോ എൻ്റെ മാനസേ. 64-ാം സങ്കീർത്തനത്തിൽ 1-ാം തിരുലിഖിതം. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, അവിടുത്തെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അഗ്നിയാൽ വിറക് എരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങട്ടെ. 2 കരങ്ങൾ ഉയർത്തി സർവശക്തനായ യേശുവിൻ്റെ സന്നിധിയിൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് അഗ്നിയാൽ വിറകരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യത്താൽ നമ്മുടെ ഭവനങ്ങളും സമൂഹങ്ങളും സ്ഥാപനങ്ങളും പ്രകമ്പനം കൊള്ളുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, പുത്രൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഓരോ സമൂഹങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും അതിശയ ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. കല്ലറകളെ പിളർത്തി ദൈവജനത്തെ ഉയർപ്പിക്കുന്ന അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവേ, അന്ധകാര കോട്ടകളെ തകർക്കുന്ന അത്ഭുത ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയുള്ള എല്ലാ കോട്ടങ്ങളും തകർച്ചകളും പരാജയങ്ങളും കടബാധ്യതകളും കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. വഴക്കും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, എത്ര പ്രാർത്ഥിച്ചിട്ട് മക്കളെ കിട്ടാത്ത കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ നിറയുക നീ, അതിരില്ല സ്നേഹമോ